കൊച്ചിയെക്കുറിച്ച് സർക്കാരിനുള്ളത് സമഗ്രമായ വികസന കാഴ്ചപ്പാടെന്ന മന്ത്രി പി രാജീവ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊച്ചിയുടെ മുഖച്ഛായ മാറിയെന്നും ലോകോത്തര നിലവാരത്തിലേക്ക് കൊച്ചിയെ ഉയർത്തുകയാണ് വികസന ലക്ഷ്യമെന്നും മന്ത്രി. കൊച്ചി കോർപ്പറേഷൻ LDF പ്രകടന പത്രിക മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ പ്രത്യേകത നടപ്പിലാക്കാനുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് പ്രകടന പത്രിക എന്നുള്ളത് എങ്ങനെയായിരിക്കണം അടുത്ത 5 വർഷം കൊച്ചി എന്നതിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രകടന പത്രിക. കൊച്ചിയെ ദീർഘവീക്ഷണത്തോടെ കണ്ട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 5 വർഷം എന്തായിരിക്കണം, അതാണ് പ്രകടന പത്രികയിലൂടെ വിഭാവനം ചെയ്യുന്നത്. കൊച്ചി നഗരത്തിന്റെ വികസനത്തിന് അകമഴിഞ്ഞ പിന്തുണയും നേതൃത്വവുമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റും കഴിഞ്ഞ ഗവൺമെന്റും നൽകിയിട്ടുള്ളത്. തിയോഫിൻ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ LDFന്റെ വാഗ്ദാനങ്ങൾ? അസിത, ഇന്നിപ്പോൾ പ്രകാശനം ചെയ്ത പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായ വാഗ്ദാനം LDF മുന്നോട്ട് വയ്ക്കുന്നത് സുസ്ഥിര മാലിന്യ സംസ്കരണമാണ്. വൃത്തിയുള്ള നഗരം എന്ന വാഗ്ദാനം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊച്ചി നഗരത്തിന് വലിയ മാറ്റമുണ്ടായി. പ്രത്യക്ഷമായി തന്നെ നഗരം വൃത്തിയുള്ള നഗരമായി മാറുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് മാലിന്യം ഇടയ്ക്കിടെ തീപിടിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇടതുമുന്നണി ഇവിടെ അധികാരത്തിൽ വരുന്നത്. തുടർന്ന് ഏറ്റവും ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് ബ്രഹ്മപുരത്തിന്റെ ആ മാലിന്യ സംസ്കരണം, അതിനൊരു കൃത്യമായ ഒരു സംവിധാനം, ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതെല്ലാം നടപ്പായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വൃത്തിയുള്ള ഒരു സ്ഥലമായി, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമായി ബ്രഹ്മപുരം മാറിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി തന്നെ ഒരു ബ്രഹ്മപുരത്ത് ഗ്രീൻ കവറേജ് പദ്ധതി, ഇതെല്ലാം പുതിയ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും വൃത്തിയുള്ള സുസ്ഥിരമായ ഒരു നഗരം, അതോടൊപ്പം തന്നെ കനാൽ പുനരുജ്ജീവന പദ്ധതിയുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് വലിയ മഴയുണ്ടാകുന്ന കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ഇപ്പോൾ വലിയൊരു ആശ്വാസം അതിന് വന്നിട്ടുണ്ട്. പലയിടത്തും കനാലുകളൊക്കെ വൃത്തിയാക്കുകയും പ്രത്യേകിച്ച് ഈ ജലനിർഗമന മാർഗങ്ങളൊക്കെ അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കുകയും ചെയ്തതിനെ തുടർന്ന് പഴയതുപോലെ വെള്ളക്കെട്ട് ഇപ്പോൾ കൊച്ചി നഗരത്തിലില്ല. എങ്കിലും പൂർണ്ണമായും ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി കനാൽ പുനരുജ്ജീവന പദ്ധതി അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ആ പദ്ധതി മുഴുവനാക്കി കഴിഞ്ഞാൽ അത് ഒഴിവാകും. പിന്നെ കൊതുക് നിവാരണം, കൊതുകാണ് കൊച്ചിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന പ്രശ്നമുണ്ടായിരുന്നത്. കൊതുക് നിവാരണത്തിന് കൃത്യമായ ഘട്ടഘട്ടമായുള്ള പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. അതിന്റെ അടുത്ത ഘട്ടമായി ഒരു പോണ്ടിച്ചേരിയിലെ വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററുമായി ചേർന്ന് ഒരു കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ അത് ഊർജിതമാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ വികസനവും ഒപ്പം ടൂറിസം വികസനവും, അങ്ങനെ ഇത് രണ്ടും നടപ്പാക്കുന്നതിലൂടെ സ്വപ്നതുല്യമായ ഒരു കൊച്ചി നഗരം, അതാണ് ലക്ഷ്യമിടുന്നത്. വീതിയുള്ള, ഭംഗിയുള്ള, വൃത്തിയുള്ള റോഡുകൾ, പെട്ടെന്ന് തകരാത്ത രീതിയിലുള്ള റോഡുകൾ, ആ റോഡുകൾ ഏതെല്ലാം റോഡുകൾ എങ്ങനെയെല്ലാം വൃത്തിയാക്കുമെന്നതും ഈ പ്രകടന പത്രികയിൽ അത് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരുപാട് മറ്റ് ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ, വിപുലമായ പരാതി പരിഹാര സംവിധാനങ്ങൾ, ശുദ്ധമായ കുടിവെള്ള വിതരണം, അത് സുലഭമായ രീതിയിൽ തന്നെ കുടിവെള്ള വിതരണം ലഭ്യമാക്കുക, ഒപ്പം മാർക്കറ്റുകൾ, നമുക്കറിയാം പുതിയ മാർക്കറ്റ് കെട്ടിടം, അതിനോടൊപ്പം തന്നെ ഈ അറവുശാലകളും മാർക്കറ്റുകളും ഒക്കെ അതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തല വികസനത്തിന്റെ ഭാഗമായി അത് കുറച്ചുകൂടി ഭംഗിയാക്കാനുള്ള നടപടികളുണ്ട്. ഒപ്പം പൊതുജനാരോഗ്യവും ക്ഷേമവും ആരോഗ്യവും കരുതലും ഒക്കെ നൽകുന്ന രീതിയിലുള്ള സംവിധാനം. ഭക്ഷ്യസുരക്ഷാ പദ്ധതി, നേരത്തെ തന്നെ നമുക്കറിയാം കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ സമൃദ്ധി ഹോട്ടലുകളുണ്ട്. കുറഞ്ഞ ചിലവിൽ വൃത്തിയുള്ള ഭക്ഷണം, ഹൈജീനിക്കായ ഭക്ഷണം നൽകുന്ന സംവിധാനം, അത് ജനങ്ങൾക്ക് സംതൃപ്തി നൽകുന്നു. അതിന്റെ തുടർച്ചയായുള്ള അടുത്ത നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഒപ്പം കായിക രംഗങ്ങൾക്കും വർണ്ണോത്സവങ്ങളൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള പരിപാടികൾ, പൊതുഗതാഗതം സൗകര്യമാക്കും. നഗരയാത്രയ്ക്ക് പൊതുഗതാഗതം ഭംഗിയാക്കുന്ന രീതിയിലുള്ള ചിട്ടയായ നടപടിക്രമങ്ങൾ അതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. പത്രിക അച്ചടിച്ച് അല്ലെങ്കിൽ പത്രിക മുഴുവനായി തന്നെ തയ്യാറാകുന്ന അവസാന ഘട്ടം വരെയും ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം, ജനങ്ങളുടെ പല വിഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ചാണ് ഇത്തരത്തിലൊരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച ആ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കോർപ്പറേഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിലധികം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അടുത്ത 5 വർഷം കൊണ്ട് നടപ്പിലാക്കാവുന്ന പദ്ധതി, ഒരു ദീർഘകാല ലക്ഷ്യം മുന്നിലിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിട്ടുള്ളത്. തിയോഫിനാണ് വിശദമായി തന്നെ LDF പ്രകടന പത്രികയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.